ഇവിടെ എണീക്കുക സാറേ. ദർസുണ്ട്, ദർസ് മദ്രസ 6 മണിക്ക് 5 മിനിറ്റ് ബാക്കി. ഇത്രയും നേരം ഇത്രയും മണിക്കൂർ കിടന്ന് മര്യാദക്കല്ലേ നീ? നോ നോ നോ, സുബൈസ്കരിക്ക് ചെല്ല്. സുബൈസ്കരിക്കാനാ? ആര് പറഞ്ഞേ? 6:30 ഒന്നല്ലോ ഉദയോ. എണീക്ക്. പരീക്ഷ 6:30. സൂര്യ ഉദിക്കുന്നത് അതിൽ മുന്നേ കഥാവും. വിട്ടെണീച്ച കഥ മണിക്ക് പോലെ ഇങ്ങോന്നാ ഇങ്ങോട്ടാ. നീ ഇന്നലെ ടീച്ചറായിട്ടും പറഞ്ഞേരോ എന്താ നോട്ടിന് എന്താ പറഞ്ഞത്? ഇനി കാക്കാൻ്റെ കൂടെ വീഡിയോ എടുത്തിട്ട് അങ്ങനല്ല ഞാൻ പറഞ്ഞ പുറത്ത് പരിപാടിക്ക് പോയതാ. ടീച്ചർ എന്ത് പരിപാടി? ഞാൻ പറഞ്ഞു ഇക്കാക്കാൻ്റെ ഫ്രണ്ട് ഗൾഫിൽ പോന്നു അവിടെ പോയി. ഇത് തീർത്തിട്ടല്ലോ. എന്നിട്ട് ഉമ്മ എന്നാ പറയുന്ന? ഉമ്മാക്ക് ആ പരീക്ഷ ഉണ്ട്, അതിന് പരീക്ഷ ആയിട്ട് മാർക്കുണ്ട്. ഉമ്മ അന്തം വിടും. ഏതാശത്തെ പരീക്ഷ? ഹിഫ്ദിന് എപ്പോൾ എത്രയും കിട്ടിയ ഞാൻ നമ്മൾ വീഡിയോ എടുത്ത ശേഷം 48 ഖുറാൻ ലൈമ്പ് എന്ത് വേണം? എന്നാലും പറ, ഞാൻ കളിച്ചാലും ഞാൻ പഠിക്കും. ഇപ്പം 6 മണിയല്ല, മെല്ലെ എന്താക്കുക ദർശനങ്ങ് പോവുക. ഓക്കെ, ദർശിൽ പോകാൻ നമുക്ക് പണിയുണ്ട്, നമുക്ക് വീഡിയോ എടുക്കാണ്ട്. ഈ ദർശ കഴിഞ്ഞ് വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യും. അതിനിടക്ക് എന്താക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്ന് പോസ്റ്റ് ചെയ്യണം, വ്ളോഗ് എഡിറ്റ് ചെയ്യണം. 10 മിനിറ്റ് ഉണ്ടോ? മൈക്ക് എടുത്ത് കേൾക്കുമെന്ന് അറിയില്ല. ഞാൻ പറയാൻ എന്റെ 10 മിനിറ്റ് പരീക്ഷ കഴിയുമോ? 50 മാർക്കിൻ്റെ അടിച്ച് 10 മിനിറ്റ് ചെയ്തു. സംഭവം തന്നെ കേട്ടോ. ഇനിയിപ്പോൾ ആയാൽ മതി. ഞാനുണ്ടല്ലോ ദർശത്തെ പരീക്ഷക്ക് കുറേ നേരം ഇരിക്കും. ആരെയും പറഞ്ഞു നോക്കാൻ അല്ലേ മേലെ ലൈറ്റ് ഞാനെ വിളിക്കുന്ന ഉപ്പ വന്നിട്ടിരിക്കുന്നത്. ഇവിടെ ഇന്നലെ രാത്രി മുതൽ കറണ്ട് പോയിക്കോലോ. ഞാൻ ഉറങ്ങുന്നോണ്ട് ഭാഗ്യം. ഞാൻ ഇവിടെ ശക്തമായ കാറ്റൊക്കെ അടിച്ച് രാത്രി മുതൽ കറണ്ട് പോയതാണ്. ചേനും പറഞ്ഞിക്കില്ല, ഞാനും പറഞ്ഞിക്കില്ല. മെല്ലെ എന്തായിക്കോളി പോയിട്ട് കുളിക്കല്ല രാവിലെ. കുളിച്ച് പല്ല് തേച്ച് ചായ കുടിച്ച് നേരെ ദർശിൽ പോവാ. 10 പാഞ്ഞു വരണ്ടേ? കാരണം എഴുതിയിട്ടാ. കടല് കാണുന്നില്ല, പേടിയാണ്. അതിന് സുനാമിയിൽ അടിക്കാൻ വെള്ളപ്പോയല്ലോ. കടലിൽ അത്രയും വെള്ളമുണ്ട്. കടല് കാണുന്നില്ല പേടിയാണെന്നോ? അതിന്റെ കളറ് മാറി. അത് മഴ പെയ്തിട്ട് ചളിയാവുന്നതാ. കാക്കയെല്ലാം കാരനോടേ കാക്ക എല്ലാ കാക്കയും എണീച്ച് വാർഡിലെ മൊത്തം കാക്ക എണീച്ച്. ഇനി എല്ലാം ഇഞ്ഞും പോട്. ശരി എന്നാ, ബാക്കി വന്നിട്ടാ ബായക്കായും കൊണ്ടൊക്കെ കയറി വരുന്നത്. എന്താ നിനക്കില്ല ചോദിച്ചു നോക്കണം. എന്നാ പ്രശ്നം എന്നാ? അല്ലേ തുറന്നു ഇതുവരെ മടക്കാനേ പുതപ്പൊക്കെ മടക്കണ്ടേ? നല്ല ശീലങ്ങൾ വേണ്ടേ? മൈക്കാണ് ഫിക്സ് ചെയ്തത് ഇവിടെ ഷർട്ടിൽ. മറ്റേ അതുള്ളിലായിരിക്കും. ഇല്ല ഫാനൊന്നുമില്ല. കറണ്ട് വേണ്ട. ഇപ്പൊ ടെൻഷനായിട്ടുള്ള അതുള്ളിലായിരിക്കും. ഇതാണ് ഇത് മറ്റേ വലിയ സാധനം ഉള്ളിലേക്ക് ആക്കിയിട്ട് വെച്ചു. എന്തൊക്കെ കഷ്ടപ്പാടല്ലേ. ഫാനുണ്ടാകുന്നല്ലോ ആണെങ്കിൽ ലേറ്റഡ് ആയതല്ലേ. ഇത് ഇന്നലെ ഇനി ഇതേപോലെ തന്നെ ഇന്നലെ മടക്കിയില്ല. പുതപ്പ് കിടന്നിടത്തുള്ള പുതപ്പ് മടക്കാന്നുള്ളൊരു ശീലം നമുക്ക് ഫസ്റ്റ് മാണ്ടിയത് അതാ. നമ്മൾ കിടന്നത് ഇപ്പതാ ഞാൻ ഉറങ്ങി. ഞാൻ 4 മണിക്ക് എണീച്ചിരിക്കാൻ അറിഞ്ഞ് ആ കുഞ്ഞി പുതപ്പ് അത്യാവശ്യം എന്ത് എന്നാ നാളെ തൊട്ട് ഇത് ഞാൻ പുതക്കെ ഇത് ചോദിച്ചോ തിരുമ്പട്ടെ. ഏത് രണ്ടും തിരുമ്പിച്ചു അതിഞ്ച മണക്കും. എന്റെ മെഞ്ഞാ തിരുമ്പിയതമ്മ. ഞാൻ 2 ദിവസം ഇല്ല ഭയങ്കര പൊടിയാ കണ്ണില് വേയാന്നുണ്ട്. ഇഞ്ച മറ്റേ അലർജി ഉണ്ടല്ലേ.
ഞാൻ കണ്ണിൽ പറഞ്ഞ കമ്പിളി പുതപ്പെല്ലാം പൊതിച്ചാൽ ചൊറിഞ്ഞിട്ട് ഇങ്ങനെ പൊന്തിയെല്ലാം വരിച്ചൊക്കെ കോസ്റ്റ്യൂം ഇപ്പം തിന്ന USS വാങ്ങുമ്പോൾ എളുപ്പമല്ല പുതപ്പ് നടക്കല്. എനിക്കറിയാം. ഇതെൻ്റെ റൂം. ദിസ് ഈസ് മൈ ബെഡ്റൂം. എന്നാ ദിസ് ഇസ് മൈ ബെഡ്റൂം. നോ, ദിസ് ഈസ് മൈ ബെഡ്റൂം. എന്നോട് ഉപ്പ പറഞ്ഞ ഇതാ എൻ്റെ. ഏത് ഇത് ഇഞ്ചെന്നാ? അപ്പൊ എനിക്ക് ഞാനവിടെ ഫസ്റ്റ് കല്യാണം കഴിക്കാൻ പോന്നെ. ഫസ്റ്റ് ഞാൻ ആദ്യം കല്യാണം കഴിക്കല്ലേ? ഇല്ലില്ല, എൻ്റെ കയ്യിൽ അതിനുണ്ടാവുന്ന എനിക്ക് സെറ്റായി. ഇല്ല സെറ്റായിക്കില്ല. എന്തെന്നായത് നിന്നെ കൊണ്ട് വയ്യ. പൊസിഷൻ ഒന്നും കറക്റ്റാക്കണ. അപ്പോഴത്തേക്ക് ചോറ് ഇതേപോലെ ഡെയിലി എന്ത് രസമുണ്ട് ഇപ്പൊ കാണാ. നോക്കിയാ ഇത് നോക്കണം. ഞാൻ പിന്നെ ഇതിപ്പോ രാവിലെ എൻ്റെ വർക്കെല്ലാം ഇങ്ങനെ ഇരുന്നിട്ട് ഇപ്പൊ രാവിലെ എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. മറ്റേ എൻ്റെ ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ ലോഞ്ചിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പോൾ ഇത് നോക്ക്, ഇത് എൻ്റെ ബെഡിനേക്കാളും നല്ല വൃത്തിയുണ്ട് ഇപ്പം. ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിരിക്കണം ലൈഫ്. ഞാൻ ഇങ്ങനെ ഡിസിപ്ലിൻ ആകത്തോണ്ട് എന്താക്കിയിട്ടുണ്ട് കുറേ പ്രശ്നങ്ങൾ. നമുക്ക് നമ്മളെ സ്റ്റുഡിയോയിലേക്ക് പോവാം. ഇവൻ്റെ പറച്ചിൽ പ്രകാരമുള്ള എൻ്റെ റൂമാണ്. പിന്നെ ഉപ്പ പുറത്ത് പോയിക്കാ. ഇപ്പൊ പുറത്ത് പോയിക്കണെങ്കിൽ എന്താക്കാൻ പറ്റുമോ? നമുക്ക് ലൈറ്റിലിടാൻ പറ്റും. ഇതാണ് ഏത്? ഇത് സ്റ്റഡി റൂം. ഇത് ഞാൻ ആദ്യക്ക് ഗിഫ്റ്റ് ഉണ്ടാക്കിച്ചതിനു എൻ്റെ കോഴിക്കോടത്തെ ഒരു ഫ്രണ്ടിനെ കൊണ്ട്. വലിയ പൈസയും കൊടുത്ത് ഏൽപ്പിച്ചാറുണ്ട്. ഇതിന് അതിൻ്റെ സാധനം ഒന്നും പറയണ്ട. ഇത് ഞാൻ നിയോല് പഠിക്കുമ്പോഴുള്ള ID കാർഡ് സൂക്ഷിച്ച് വെച്ചിരിക്കാൻ. എടാ നമ്മളെ താഴെ എന്തുണ്ട്? താഴല്ല, ഈ റൂമിലൊന്നും ചെറിയ ബാഗുള്ള. ചെറിയ ബാഗ് എൻ്റെ റൂമിലല്ല, ബെഡ്റൂമില്. അതിൽ എങ്ങെടുത്തോണ്ടാ. ഇത് ഫുൾ ജയാന്റെ ആർട്ടാട്ടാ. വന്നാ പോണേ. ഇത് പൊട്ടിയാ? പൂട്ടിയിട്ടില്ല. ഇല്ല, മൈക്കെടുത്തല്ല അതിന്. ഇത് ഫുൾ ജയാന്റെ ആർട്ട്. ഇതൊന്നല്ലേ ജയാന്റെ ടൈം ടേബിള്. ജയാൻ അറബിക്ക് എടുക്കുന്നത് ഉമ്മയാണ്. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് എന്താകുന്നുണ്ട് സെറ്റാവണം.